Welcome to Claverack Castle, the Thank you. only triangular castle in the whole of Britain. You won't see another one like it. നോക്കിയേ, ഈ സൈഡ് മൊത്തം പൊളിഞ്ഞു കിടക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു മല്ലു സ്കോട്ട് ഫാമിലി. ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഓഫ് ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു 20 മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അടുത്തുള്ള ഒരു കാസിലുണ്ട്, അവിടെ പോയി കാണാമെന്ന്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഒത്തിരി ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാസിലാണ്, നിങ്ങൾ പോയി കാണേണ്ട ഒരു പ്ലേസ് ആണെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം അങ്ങോട്ടുള്ള കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ. ഇതാണ് കാവർലോക്ക് കാസിലിൻ്റെ എൻട്രൻസ്. ഈ ഒരു ബോർഡിൽ ഇവിടുത്തെ എൻട്രൻസ് ഫീസും ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് വിൻ്റർ ടൈമിലും സമ്മർ ടൈമിലും ഡിഫറെൻറ്റ് ടൈമിങ്സ് ആണുള്ളത്. അഡൽറ്റിന് 6 പൗണ്ടും ചിൽഡ്രന് 3.50 പൗണ്ടുമാണ് ചാർജായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്കോട്ടിഷ് ടൂറിസ്റ്റ് ബോർഡിൻ്റെ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വലിയ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു കാസിൽ. അപ്പോൾ ഈ കാസിലിൻ്റെ പരിസരത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡൻ നല്ല രീതിയിൽ കൗൺസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുല്ലൊക്കെ വളരുന്നതിനനുസരിച്ച് ഗാർഡനേഴ്സിനെ വിട്ട് അത് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ഷോപ്പാണ്. ഇവിടെയുള്ള ഹിസ്റ്റോറിക്കൽ ഒരു പ്ലേസും കാസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒത്തിരി അങ്ങനെ ഷോപ്പിംഗ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഷോപ്പിലുണ്ട്. ആ ഷോപ്പിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു കോഫി ഹൗസ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ബെറ്റർ ലിഷർമെൻറ്റ് പ്ലേസ് പോലെ സ്നാക്സും കോഫിയൊക്കെ കിട്ടും. ടയേർഡാവുന്നവർക്ക് അവിടെ പോയി കോഫി കുടിക്കാം. ഇവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ പോലെ ഇങ്ങനെ കുറച്ച് ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ കോഫി ഹൗസിൽ നമുക്ക് കോഫി സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അടുത്തൊരു പാർക്കുണ്ട് പിള്ളേർക്ക് കളിക്കാൻ. പിന്നെ തൊട്ട് ബാക്കിൽ കുറച്ച് ഫാം ആണ്. അവിടെ കുറച്ച് പശുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എത്ര പശുക്കളല്ലേ! Welcome to the castle. Thank you. Thank you. First visit. Yeah. Oh, very special welcome to you all. Thank you. We are just shooting as a part of our YouTube channel. Sorry, say again. We are shooting the video as a part of our YouTube channel. Really? Yeah. Can you say something about the castle? Hi there, folk. Welcome to Claverack Castle, the Thank you. only triangular castle in the whole of Britain. You won't see another one like it. It was built way back in 1277 by the Maxwell family as their home. But their first attempt, before they built this big castle, the triangular one, there is another one further back, about 300 meters beyond, Okay. that was built in 1220 on the site of an old Roman port. Well, it didn't last very long because the foundations had been compromised by the incoming outgoing tides. Okay. And of course, after 50 years, cracks appeared and they realized this castle is not going to stand for very long. So Okay. they decided to move. Okay. And this was the castle they built. So we call the old castle the old castle, Yeah. and this one the brand new castle Okay. in 1270. My goodness, that was a long time ago. Yeah. It was a home, and it is the, if you like, the mothership of the Maxwell family in Scotland. This was their home, and it stayed occupied until 1640, when the last occupation took place
and unfortunately it had been attacked and brought to its ruinous state that you see today. However, there is still sufficient standing and enough for you to explore and let your imagination run away with you as you walk through the rooms, up the stairways, and just try and imagine what life was like living in a place like that. Okay. So do enjoy your visit, folk, and thank Yeah. you. Thank you. Thank you. so much. Not at all. Nice to Good. meet you. Oh, and you as well. Thank you very much. Thank you. Thanks a lot. Thank you so much, Kevin. Thank you. For coming around. Fine. Thank you. Fine. Thank you. മോർണിംഗ് ടൈം ആയതുകൊണ്ട് നോർമലി ടൂറിസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബിസി ആയിരിക്കും ഇവിടെ. കെവിൻ പറഞ്ഞ പോലെ ഇത് 16th സെഞ്ചുറിയിൽ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഒരു കാസിലാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ പോലെ ആയിരിക്കണം അവർ ഈ രണ്ട് യുദ്ധത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് UK-ലെ തന്നെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു കാസിലേ ഉള്ളൂ, അത് ഈ കാർലോ കാസിലാണ്. കെവിൻ പറഞ്ഞ പോലെ ഒത്തിരി ഐതിഹ്യങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് നടന്നിട്ടുള്ള ഒരു കാസിലാണിത്. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളെയും അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അകത്തോട്ട് പോകാം, ഈ സൈഡ് പോകാം. ഓരോ പ്ലേസിലും അവർ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില പാട്ടുകൾ ഒത്തിരി നശിച്ചു പോയേക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപകട സാധ്യതകൾ ഉള്ളതിനാലായിരിക്കാം. ഭയങ്കര കൊത്തുപണികളും ചെറിയ ചെറിയ ചില്ല് ജാലകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാസിലാണിത്. ഇതിൻ്റെ സ്റ്റോണും ബ്രിക്സും ഒക്കെ ഒത്തിരി പഴക്കമുള്ളതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം വെള്ളം നിറഞ്ഞ് നിൽക്കുക കേട്ടോ. 3 സൈഡ്, എല്ലാ സൈഡും തന്നെ വെള്ളം അല്ലേ. ഫ്രണ്ട് സൈഡ് മാത്രം കുറച്ച് ഭാഗത്തേ ഉള്ളൂ വെള്ളമില്ലാത്ത. ബാക്കി എല്ലാ സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഡ്രോയിങ് റൂമും ഡൈനിങ് ഹാളും അങ്ങനെ ഓരോ റൂമുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇതാണെന്ന് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറിയാലും അങ്ങനെ വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാതെ ഇരുട്ടായിട്ടൊന്നും അല്ല. ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർസ് ഉണ്ട്. എന്താണ് നമുക്ക് സ്റ്റെയർ, ചെറിയ സ്റ്റെയർ ആണ്. പോയി നോക്കാം. വൗ! നമ്മൾ ടോപ്പിലെത്തി. ഇത് നോക്കിയേ, ഈ സൈഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക കേട്ടോ. 16th സെഞ്ചുറി യുദ്ധത്തിൽ തകർക്കപ്പെട്ടതാണ്. അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്നാണ് പറഞ്ഞത്. സുറബി, പപ്പായ്ക്ക് പേടിയാവുന്നു. സൂക്ഷിക്കണം. സൂക്ഷിച്ചോ? ബേക്ക് ഹൗസ് ഇവിടെയാണ്. കിച്ചൺ ആൻഡ് ബേക്കിംഗ് ഏരിയ. നമ്മുടെ നാട്ടിലത്തെ ഒരലിന്റെ ആകൃതിയിലുള്ള ഒരു കല്ലിരിപ്പുണ്ട്. ധാന്യങ്ങളൊക്കെ ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. എഴുതി വെച്ചിട്ടുണ്ട് അവര്. അത് അടുപ്പാന്ന് തോന്നുന്നത്. ലുക്ക് ലൈക്ക് ഓവന്റെ ഒരു ഇത്. ഇവിടെയായിരുന്നു ഈ കാസിലിന്റെ ഗാർഡ്സിന്റെ പൊസിഷൻ എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ ഏരിയയ്ക്കും ഓരോ ഡിഫറെന്റ് പർപ്പസസ് ഉണ്ടായിരുന്നു. അപ്പം അത് അവരവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അറൗണ്ട് 16th സെഞ്ചുറി ഇവരുടെ ആർക്കിടെക്ചർ എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഇതാണ് റോബർട്ട് ബ്രൂസ് രാജാവ് കേട്ടോ. ആളുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാസിലിൻ്റെ പുറത്തോട്ട് തന്നെ പോവുകയാണ്. വന്ന വഴിയെ തന്നെ
ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നു. Which breed is this? Which breed? Okay. Okay. ഈ ഒരു കാസലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വ്യൂസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ്, ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു കാസൽ തന്നെയായിരുന്നു. ഹായ്. പുതിയ കാസിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പഴയ കാസിലേക്ക് പോവുകയാണ്. പഴയ കാസിൻ്റെ ബേസ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളെന്നാണ് പറഞ്ഞത്. അത് മഴയും പെട്ടെന്നുള്ള പണ്ട് ഇവിടെ ഒരു സീയുടെ പാർട്ടായിരുന്നു. അപ്പം അവിടെ ഉണ്ടായ ഈ ടൈഡ്സിൻ്റെ ഡിഫറൻസിലൊക്കെ പെട്ടെന്ന് തകർന്നു പോയി. വെറും 50 വർഷങ്ങൾ മാത്രമേ ആ കാസിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇത് കാസിലെ പഴയ ഓൾഡ് കാസിലാണ്. 1220 സർ ജോൺ മാക്സ്വെൽ ഉണ്ടാക്കിയ കാസിലാണിത്. ആദ്യം ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരുന്ന ഒരു പാലമായിരിക്കണം. അതിപ്പം വീണ്ടും റീബിൽഡ് ചെയ്തതാണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്നാലും നമുക്ക് കാസിനകത്തേക്ക് പോയി നോക്കാം. കാസിനകമല്ല, ആ ഫ്ലോർ പ്ലാന്. ഇതാണ് കവർലോക്കിലെ ഫസ്റ്റ് കാസിൽ. ഇത് പെട്ടെന്നുള്ള വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ഭാഗമായിട്ട് 50 വർഷത്തിനുള്ളിൽ തന്നെ അങ്ങ് നശിച്ചുപോയി. ഇത് ഹാള്, ഇതുണ്ടോ? ഓരോ ഭാഗങ്ങളും ഇത് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. കോർണർ ടവർ, ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ആയിരുന്നു. ചേംബർ ബ്ലോക്ക്, ഇവിടെ കോർട്ട്യാർഡ്. ഓക്കെ. ഇത് റിവറിനത്ത് ഒഴുകി കടലിലേക്ക് ചെല്ലുന്ന ഒരു പോർഷൻ ആയിരുന്നു ഇതെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ വരുന്നതുകൊണ്ടായിരുന്നു ഈ ബിൽഡിംഗ് അപ്പം തന്നെ അത്ര 50 വർഷത്തിനുള്ളിൽ അത് നശിച്ചു പോയേ എന്നാണ് ആ ഗാർഡ് പറഞ്ഞത്. ഇതിനെ കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ റിവറിനത്ത് മാറി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായി ഞങ്ങൾ എത്തുന്നതാണ്. ഞങ്ങളെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലു സ്ക്വാഡ് ഫാമിലി ചാനൽ. One day you can come to our house in Dumfries and we will provide you nice Indian food. Yeah, of course, we can come. ഇപ്പോഴും താല്പര്യം എനിക്ക് പേടിയാ. ഉറക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും ഏതോ മലയാളിയെ വന്ന് കയറിയേക്കുന്നതെന്ന്. ഇത്ര നാളിൽ ഇവിടെ ഒരു സൗണ്ടും ഇല്ലായിരുന്നു. ഏതോ മലയാളികൾ വന്നിട്ടുണ്ട്. ഓ, നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നേ. സ്റ്റെപ്പ് കയറി മടുത്തല്ലേ? കിതക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഹായ്.